യാ എല്ലാവർക്കും ഉണ്ട് നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹേമ റിപ്പോർട്ടിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഇപ്പം നാട്ടിൽ നടക്കുന്ന ഈ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ സംഘടന അല്ലെങ്കിൽ മലയാള ഫിലിം അസോസിയേഷനകത്ത് ഇതുപോലുള്ള പീഡനങ്ങൾ, അതായത് ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ടെന്നും അതുപോലെ നമുക്ക് ഇന്ന പൊസിഷനിലേക്ക് പോകണമെങ്കിൽ ഇതുപോലെ പീഡിപ്പിച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഇപ്പോൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസ് മലയാളം ഫിലിം ഇൻഡസ്ട്രി ഒരു സെലിബ്രിറ്റി ഫീൽഡായതുകൊണ്ട് കുറച്ച് കൂടുതലും, എന്നാൽ മറ്റു ചില ഇപ്പം നമ്മൾ മാധ്യമങ്ങൾ ചെയ്യുന്ന പണിയാണ്. ഈ മാധ്യമങ്ങൾ ഇതെടുത്തിട്ട് ഇവരാണ് ഇപ്പോൾ മൊത്തം നമ്മൾ വിചാരിച്ച ആരെ പൂക്കാക്കാനും പറ്റും, ആരെ ചോക്കാക്കയാക്കാനും പറ്റും എന്നുള്ള ഒരു ധാരണ ഇവർക്ക് ഉള്ളത് കൊണ്ടാണ് ഇത് ഈ പറയുന്ന മാധ്യമങ്ങളുടെ ഇടകളിലും ഇതുപോലുള്ള മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഇടയിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം, നമുക്ക് ഇനി എന്നാണാവോ ഒരു മാധ്യമം വരിക എല്ലാം, അതായത് ജെന്യൂനായിട്ട് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ചോദ്യം ചോദിക്കുക, അല്ലാതെ വെറും റേറ്റിങ്ങും അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനും വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളെ കിട്ടുള്ളൂ, അതിനനുസരിച്ചിട്ട് കേസുകളും പോവുള്ളൂ. ഇതും മറ്റ് കേസുകൾ പോലെ നമ്മൾ മറന്നു തുടങ്ങും. അതല്ല, ഹേമ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ട് സത്യമായിട്ട് അതിലേക്ക് പോകണം. വെറും കുറച്ച് പേര്, വിരലെണ്ണാവുന്ന പേര് മാത്രമേ, ആ വലിയൊരു മാഗ്നറ്റ് ആയിരിക്കാം, പക്ഷേ ഈ വിരലെണ്ണാവുന്നവരെ നിയമപരമായി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരുവിധം ഈ പറയുന്ന കണക്ഷൻ ആളുകൾ ലോബികൾ ഒന്ന് പേടിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത് വിട്ടിട്ട് ഇത് ഓരോ നടമാറെ പിടിച്ചിട്ടും ഓരോരുത്തരോടും അടുത്ത ആരാ കിട്ടുന്നത് എന്നുള്ളത് വളരെ മോശപ്പെട്ട പരിപാടിയാണ്. മാധ്യമങ്ങളാണെന്ന് കരുതി എന്തും എല്ലാവരും പറയുന്നു, ഞാൻ മാത്രമല്ല, ഇത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. മാധ്യമങ്ങൾ വളരെ അധപ്പതിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ. ഒരു സ്ക്രിപ്റ്റും അതായത് ശരിക്കും നമ്മൾ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയേണ്ടത് ഇനി നമ്മുടെ ആക്ടേഴ്സിനെയല്ല, നമ്മുടെ മാധ്യമ പ്രവർത്തകരാണ് നമ്മൾ പറയാൻ ഫിലിം ഇൻഡസ്ട്രി. കാരണം അവരാണ് ഇപ്പോൾ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂര നാട്ടുകാരടക്കം ടക്കടക്കട എന്താണ് എന്നെയൊന്നും കയറി പിടിച്ചേക്കണ്ട കേട്ടാ, ഞാൻ വലിയ നല്ലതാണെന്നല്ല, ഇപ്പോൾ വെച്ചിട്ട് നല്ലതാണ് നടക്കുക. എനിവേ അതൊക്കെയാണ് കാര്യം. സോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എത്രയും പെട്ടെന്ന് അതിനുള്ള കുറ്റക്കാരായ ആൾക്കാരുടെ മുന്നിൽ കൊണ്ടുവരും. അത് ഒരുപാട് ആഘോഷമാക്കിയൊന്നും മാറ്റേണ്ട, എത്രയും പെട്ടെന്ന് കിതികോ നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങണമെങ്കിൽ നമ്മൾ പണ്ടൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, ചില കേസുകളിലൊക്കെ നമ്മൾ മാധ്യമത്തിനോടൊന്നും നമ്മളൊന്നും കാര്യങ്ങൾ പറയില്ല. പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ പറയുന്ന കേട്ടിട്ടാണ് കേസ് വരെ എടുക്കുന്നത്. എന്താണ് മോശം, വളരെ മോശം. എനിവേ ഇത് കേരളത്തിൽ മാത്രമുള്ള കാര്യമൊന്നുമല്ല, മാധ്യമം ആ ഒരു ലെവലിലോട്ട് പോയിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നിയമം ഇതുപോലെ വന്നേ പറ്റൂ. എല്ലാവർക്കും ആരോടും കയറി എന്തും ചോദിച്ച് അവൻ്റെ വായിരിക്കണം എന്തും കേട്ട് അവനൊന്ന് നാറ്റിക്കുന്ന പരിപാടിയില്ലാതെ കൺസേൺ ആയിട്ട് ഒരു സിസ്റ്റം വെച്ചിട്ട് മാധ്യമത്തിലും ഗ്രേഡ് വെച്ച് അതിൻ്റെ കേസിൻ്റെ അടിസ്ഥാനപരമായിട്ട് അവരനുഭവിക്കുന്ന മാനസികാവസ്ഥ വെച്ചിട്ട് ഒരു പ്രൈവസി വെക്കേണ്ടടുത്ത് വെക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് വെച്ച് എൻ്റെ ഒരു പ്രകടനം ഒന്നല്ല കേട്ടോ, എൻ്റെ ഒരു ആരോടെങ്കിലും പറയണ്ടേ എന്നുള്ളത്. ഞാനൊരു മലയാളിയല്ലേ, ഓക്കെ, അപ്പോൾ അത് മാത്രമാണ്. സോ നമ്മൾക്ക് എത്ര ഇനി പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് മമ്മൂട്ടി അല്ലാതാവില്ല, നമ്മൾക്ക് മോഹൻലാൽ. കാരണം അവർ അഭിനയ കഥാപാത്രങ്ങളാണ്. സോ അവർ ജീവിതത്തിലും ചിലപ്പോൾ അഭിനയിച്ചത് കൊണ്ട് തെറ്റും കാര്യങ്ങളൊന്നുമില്ല. ലൈക്ക് അവർ നമ്മളാണ് അവരെ വലുതാക്കിയത്. സോ നമ്മൾ തന്നെ അവരെ വലിച്ചിട്ട് താഴെ ഇടുന്നതിൻ്റെ ഒരു വൃത്തിയുടെ പരിപാടികളല്ലത്. എനിക്ക് ഇത്രയായിട്ട് പറയാനൊന്നും വലിയ അറിവുള്ള ആളൊന്നുമല്ല. സോ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. മാധ്യമങ്ങൾക്ക് ഒരു നിയമം കൊണ്ടുവരണം, ഒരു ലിമിറ്റ്, ഒരു കൺസേൺ ലിമിറ്റ് കൊണ്ടുവന്നിട്ട് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്രയും പറഞ്ഞ് സംസാരിക്കും.